ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല ദിവസത്തിൻ്റെ പകൽക്കാല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ മോർണിംഗ് മന്നയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മെല്ലാവരെയും കഴിഞ്ഞ രാത്രികാലം കർത്താവ് കാത്തു പരിപാലിച്ചു, സുഖമായ ഉറക്കത്തെ തന്ന് വഴി നടത്തി നല്ല ഒരു പ്രഭാതം കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ബാലന്റെ മേൽ കൈ വയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ പുത്രൻ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ട് അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. വളരെ നമുക്കെല്ലാവർക്കും പരിചിതമാർന്ന വേദഭാഗം, കഥ, സ്റ്റോറിയൊക്കെയുമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ വിടവ് എന്തായിരുന്നു? അവർക്ക് മക്കളില്ലായിരുന്നു. എന്നിരുന്നാലും ആ വിടവ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദൈവം വാഗ്ദത്തം നൽകി അത് തീർത്തു കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അബ്രഹാമിന് ദൈവം ഒരു വലിയൊരു പരീക്ഷണത്തിലൂടെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നത്, തീച്ചുളിയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുന്ന ഒരു വേദഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞാണ് 22 അധ്യായം തുടങ്ങുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസാക്കിനെ തന്നെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ ചെന്ന് എനിക്ക് ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം കേട്ടപ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമം, പ്രയാസം, ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. നിങ്ങളോടാണ് അത് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പക്ഷെ ഇവിടെ അബ്രഹാം വിശ്വാസികളുടെ പിതാവ് ആകുവാൻ തക്കവണ്ണം കാരണമായ ആ വലിയൊരു പ്രവൃത്തി ഇവിടെ നിറവേറുവാൻ തക്കവണ്ണം പോവുകയാണ്. അങ്ങനെ തൻ്റെ ബാല്യക്കാരെയും കൂട്ടി കഴുതിക്ക് കോപ്പിട്ട് മകനെയും കൂട്ടി യാത്രയായി അങ്ങനെ ചെന്ന് അപ്പോഴൊക്കെയും മകൻ ചോദിക്കുന്നുണ്ട്, വിറകൊണ്ട് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന്. വർഷങ്ങളായിട്ട് തൻ്റെ അപ്പൻ യാഗം കഴിക്കുന്നത് മകൻ അറിയാം. ആ യാഗം കഴിക്കുന്ന സമയത്തൊക്കെയും ഹോമയാഗം കഴിക്കുന്ന സമയത്തൊക്കെയും ബലിമൃഗം അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കേസിൽ, ഈ ടൈമിൽ ബലിമൃഗമില്ലാതെയാണ് അവർ യാത്രയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഡൗട്ട് വരും. അങ്ങനെ സംശയം അപ്പനോട് ചോദിച്ചു. ഹോമയാഗത്തിന് വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ആട്ടിൻകുട്ടി എവിടെ, ബലിമൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അത് എന്ത് വിശ്വാസത്തിലാണ് അബ്രഹാം പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം തനിക്ക് നോക്കിക്കൊള്ളും. പക്ഷേ അപ്പോഴും അബ്രഹാമിന് ഉറപ്പില്ലായിരുന്നു. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പോകുന്നു. അവിടെ പോയി ആ മലയിൽ ചെന്ന് യാഗപീഠം പണിത് വിറകടുക്കി വെച്ച് അപ്പോഴൊന്നും ഒരാട്ടിൻകുട്ടിയുടെ സൗണ്ടോ ആട്ടിൻകുട്ടിയെയോ ഒന്നും അവൻ കണ്ടില്ല. അവിടെ ആ സമയമായി തൻ്റെ മകനെ, താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെ അവിടെ കിടത്തി കത്തി കൊണ്ട് അറുക്കുവാൻ തക്കവണ്ണം പോയ ആ മൊമെന്റ്, ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഉള്ളതായ ആ ദൂതന്റെ ആ വാക്യം അല്ലെങ്കിൽ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ബാലന്റെ മേൽ കൈ വെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ പുത്രനെ അല്ലെങ്കിൽ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു, നീ ദൈവത്തെ അനുസരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് പലർക്കും പല കാര്യങ്ങളും ചെയ്യുവാൻ മടിയാണ്, താല്പര്യക്കുറവാണ്. പക്ഷെ ഇവിടെ അബ്രഹാം തൻ്റെ മകനെ കൊടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു മടിയും കാണിക്കാതെ, മടിയില്ലാതെ കൊടുത്തതായിട്ട് കാണുന്നു. നീ മടിക്കായ്ക കൊണ്ട് എന്ന് 2 തവണ അവിടെ എഴുതിയിട്ടുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ
മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അനുഗ്രഹങ്ങൾ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ, നിന്റെ സന്തതിയെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും എന്നും എഴുതിയിരിക്കുന്നു. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്നും എഴുതിയിരിക്കുന്നു. നമ്മളിലുള്ളതായ മടി നമ്മൾ മാറ്റണം. പരിപൂർണമായി നമ്മളിലുള്ള മടി മാറ്റിയ മടിയനെ കുറിച്ച് എങ്ങനെയായിരിക്കും അവൻ്റെ ജീവിതം, അവൻ്റെ ലൈഫൊക്കെയും തിരുവചനത്തിൽ പലയിടങ്ങളിലായിട്ട് സദൃശ്യവാക്യങ്ങളായാലും ഒക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നമുക്കെല്ലാം അറിയാം. പല കാര്യങ്ങളും പ്രവൃത്തിയും ചെയ്യുവാൻ തക്കവണ്ണം നാം മടി കാണിക്കും, അല്ലെങ്കിൽ നാം മടി കാണിക്കും തോറും അത് വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. മടിയന്റെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ജോലി ചെയ്യുവാൻ തക്കവണ്ണം പോകാതെ മടിച്ചു വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം, കഠിനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം തമ്മിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മടിയന്റെ ഭവനത്തിലേക്ക് ദാരിദ്ര്യവും എല്ലാം കയറി വരും. അത് ഓട്ടോമാറ്റിക്കലി വരും. അവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് 2 തവണ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മളിലുള്ള മടി, ആരാധനയ്ക്ക് വരുവാൻ പലർക്കും മടി, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ പലർക്കും മടി, ബൈബിൾ വായിക്കുവാൻ തക്കണം പറഞ്ഞാൽ പലർക്കും മടി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുവാൻ പലർക്കും മടിയാണ്. അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം. മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം. തീക്ഷ്ണതയോടെ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരുക്കണം. അതിന് യാതൊരുവിധ മടിയും കാണിക്കുവാൻ തക്കവണ്ണം പാടില്ല. നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ ദൈവിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, ദൈവിക വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മളിലുള്ള മടിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമാകും. നമുക്ക് വേണ്ടതായ ഐശ്വര്യം, സമൃദ്ധിയും സമ്പത്തൊക്കെയും ദൈവം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മളിലുള്ള പ്രാർത്ഥിക്കാനുള്ള മടി മാറണം, ആരാധനയ്ക്ക് വരുവാനുള്ള മടി മാറണം, എല്ലാ മടിയും മാറണം. ഉത്സാഹത്തോടെ, എരിവോടെ, തീക്ഷ്ണതയോടെ, ദൈവാത്മാവിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരായിരിക്കണം നാം എല്ലാവരും. അതിനാണ് നാം എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഇരുളിലായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ വിളിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ പ്രവർത്തിക്കുക, മടി കൂടാതെ നമ്മൾ പ്രവർത്തിക്കുക. തൻ്റെ അത്ഭുത പ്രകാശം, ദ മാർവലസ് ലൈറ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആ വിളിക്കനുസരിച്ച് ജീവിപ്പാൻ, മടിയില്ലാതെ പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് മടി കാണിക്കാതെ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി മകനെ തരുവാൻ തക്കവണ്ണം അനുസരണമുള്ളവനായി തീർന്നു. കർത്താവെ, ആ മടി കാണിക്കാതെ ഇരുന്നപ്പോൾ അവനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അവൻ മറ്റുള്ള ജാതികൾക്ക് അനുഗ്രഹമായി തീരും, നക്ഷത്രങ്ങളെ പോലെ അവൻ്റെ മക്കളെ പെരുപ്പിക്കും എന്നൊക്കെയും വളരെ വാഗ്ദത്തം നൽകിയതായിട്ട് അടിയങ്ങൾ കേൾക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിലുള്ളതായ മടിയെല്ലാം മാറി ഉത്സാഹത്തോടെ, എരിവോടെ, തീക്ഷ്ണതയോടെ അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം, അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണം എന്ന് കർത്താവെ അടിയനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ. എല്ലാവർക്കും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ നേർന്നുകൊള്ളുന്നു. ആമേൻ.